നമസ്കാരം. ലോകത്തിന്റെ തലയ്ക്കു മുകളിൽ നിന്ന് യുദ്ധഭീതിയുടെ കാർമേഘം ഒഴിഞ്ഞു പോകുന്നില്ല. ഇറാനെതിരെ വൻ സൈനിക നടപടിയുടെ വക്കിലാണ് യു.എസും ഇസ്രയേലും ഉള്ളതെന്നും അത് ഉടൻ ആരംഭിച്ചേക്കുമെന്നും റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ അത് കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. അന്താരാഷ്ട്ര മാധ്യമമായ ആക്സിയോസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ കൊല്ലം 12 ദിവസം നീണ്ടുനിന്ന സംഘർഷത്തെക്കാൾ വലിയ സൈനിക നടപടിക്കാണ് യു.എസും ഇസ്രയേലും പദ്ധതിയിടുന്നതെന്നും സംഭവിക്കുകയാണെങ്കിൽ അത് ആഴ്ചകളോളം നീണ്ടുനിന്നേക്കുമെന്നും ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ആക്സിയോസിസ് കൂട്ടിച്ചേർത്തു. ചെറു നടപടികൾക്കപ്പുറം പൂർണ്ണതോതിലുള്ള സൈനിക നടപടിക്ക് സമാനമായ ഒരുക്കങ്ങൾക്ക് ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുകയാണെന്നാണ് വിവരം. ഇസ്രയേലുമായി ചേർന്നായിരിക്കും യു.എസ് നീക്കമെന്നാണ് സൂചന. അതേസമയം ഇറാൻ യു.എസ് രണ്ടാം വട്ട നയതന്ത്ര ചർച്ച ചൊവ്വാഴ്ച പൂർത്തിയായി. കാര്യങ്ങളിൽ പുരോഗതിയുണ്ട് എന്ന് ഇരു കൂട്ടരും അവകാശപ്പെടുമ്പോഴും ചില നിർണായക കാര്യങ്ങളിൽ ഇനിയും തീരുമാനമായിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അവ പരിഹരിക്കപ്പെടുമെന്ന് യു.എസിന് പ്രതീക്ഷയുമില്ല. അതിനിടെ പ്രദേശത്ത് യു.എസ് അവരുടെ നാവിക വ്യോമ വിന്യാസം ശക്തമാക്കുന്നു. 150-ലേറെ യു.എസ് മിലിറ്ററി കാർഗോ വിമാനങ്ങൾ മേഖലയിൽ എത്തിയിട്ടുണ്ടെന്നാണ് വിവരം. ഇറാനെതിരെ വൻ സൈനിക നടപടി ആരംഭിക്കാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ ലോക രാഷ്ട്രീയത്തിൽ വീണ്ടും അതീവ ആശങ്കയ്ക്കിടയാക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 12 ദിവസം നീണ്ടുനിന്ന സംഘർഷത്തെക്കാൾ വലിയതും ആഴ്ചകളോളം നീണ്ടു നിൽക്കാവുന്നതുമായ സൈനിക നീക്കമാണ് പരിഗണനയിലുള്ളതെന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ അതിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവും മാനുഷികവുമായ പ്രത്യാഘാതങ്ങൾ ഗൗരവത്തോടെ വിലയിരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ട്രംപിനെ പോലുള്ള നേതാവിന്റെ നിലപാടുകൾ ഈ പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുമോ എന്ന ആശങ്ക നിസ്സാരമല്ല. ട്രംപിന്റെ വിദേശ നയ സമീപനം മുൻകാലങ്ങളിൽ തന്നെ കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. തന്ത്രപരമായ ക്ഷമയേക്കാൾ ശക്തി പ്രകടനത്തിനും ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കും മുൻഗണന നൽകുന്ന ശൈലി മധ്യപൂർവേഷ്യയിൽ സ്ഥിരതയ്ക്കു പകരം അനിശ്ചിതത്വം വർദ്ധിപ്പിച്ചുവെന്ന വിലയിരുത്തലുകളുണ്ട്. ഇത്തരമൊരു വലിയ സൈനിക നീക്കത്തിന് അദ്ദേഹത്തിന്റെ പരസ്യമായോ മൗനമായോ ഉള്ള പിന്തുണ ലഭിക്കുകയാണെങ്കിൽ അത് നയതന്ത്രപരമായ പരിഹാര സാധ്യതകളെ തകർക്കും. യുദ്ധഭൂമിയിൽ ശക്തി പരീക്ഷിക്കുന്നത് താൽക്കാലിക രാഷ്ട്രീയ നേട്ടങ്ങൾ നൽകാമെങ്കിലും ദീർഘകാലത്തിൽ അതിന്റെ വില വളരെ കൂടുതലായിരിക്കും. ആദ്യം പരിഗണിക്കേണ്ടത് പ്രാദേശിക സുരക്ഷയുടെ അവസ്ഥയാണ്. ഇറാനെതിരായ വൻ സൈനിക നടപടി നേരിട്ടുള്ള മറുപടി ആക്രമണങ്ങൾക്ക് വഴിവെക്കും. അതോടെ മധ്യപൂർവേഷ്യയിലെ നിരവധി രാജ്യങ്ങൾ സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ സാധ്യതയുണ്ട്. വിവിധ സായുധ ഗ്രൂപ്പുകൾ സജീവമാവുകയും പ്രോക്സി യുദ്ധങ്ങൾ ശക്തി പ്രാപിക്കുകയും ചെയ്താൽ നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതിന്റെ ആഘാതം ഇസ്രായേൽ പലസ്തീൻ മേഖലയിൽ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലും വ്യാപിക്കും. സാമ്പത്തികമായി ഇതിന്റെ പ്രത്യാഘാതം ആഗോള തലത്തിൽ തന്നെ അനുഭവപ്പെടും. ഹോർമൂസ് കടലിടുക്ക് പോലുള്ള പ്രധാന വ്യാപാര പാതകളിൽ അനിശ്ചിതത്വം ഉയർന്നാൽ എണ്ണവില കുത്തനെ ഉയരും. ഇന്ധനവില വർധനവിലൂടെ ലോക സമ്പദ് വ്യവസ്ഥ വീണ്ടും സമ്മർദ്ദത്തിലാവും. ഇതിനകം തന്നെ പണപ്പെരുപ്പവും സാമ്പത്തിക മന്ദഗതിയും നേരിടുന്ന രാജ്യങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയാവും. ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ട്രംപ് ഈ സംഘർഷത്തെ ശക്തമായ നേതൃചിത്രം തീർക്കാനുള്ള ഉപാധിയായി ഉപയോഗിക്കാൻ ശ്രമിച്ചാലും അമേരിക്കൻ ജനതയ്ക്ക് അതിന്റെ സാമ്പത്തിക ഭാരം സഹിക്കേണ്ടി വരുമെന്നത് യാഥാർത്ഥ്യമാണ്. മാനുഷിക തലത്തിലുണ്ടാകുന്ന ദുരന്തം ഏറ്റവും ഭയപ്പെടുത്തുന്നതാണ്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന യുദ്ധം സാധാരണ ജനങ്ങളുടെ ജീവനും ഉപജീവനവും തകർക്കും. അഭയാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നടിയും. ആശുപത്രികൾ, വൈദ്യുതി നിലയങ്ങൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവ നശിക്കുമ്പോൾ ആരോഗ്യ പ്രതിസന്ധി രൂക്ഷമാകും. കുട്ടികളും സ്ത്രീകളും ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടും. ഇത്തരമൊരവസ്ഥയ്ക്ക് രാഷ്ട്രീയ നേട്ടം തേടുന്നത് നൈതികമായും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അന്താരാഷ്ട്ര നിയമവും കൂട്ടായ്മകളും ഈ സാഹചര്യത്തിൽ പരീക്ഷിക്കപ്പെടും. ഐക്യരാഷ്ട്രസഭ പോലുള്ള വേദികളിൽ അനുമതി കൂടാതെ ഏകപക്ഷീയമായ സൈനിക നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അത് ആഗോള നിയമക്രമത്തോടുള്ള വെല്ലുവിളിയായി മാറും. വലിയ ശക്തികൾ ഇഷ്ടാനുസരണം സൈനിക ശക്തി പ്രയോഗിക്കുന്ന മാതൃക ശക്തി പ്രാപിച്ചാൽ ഭാവിയിൽ മറ്റു രാജ്യങ്ങളും അതിനെ മാതൃകയാക്കാൻ സാധ്യതയുണ്ട്. ഇതോടെ ആഗോള സുരക്ഷാ ഘടന കൂടുതൽ ദുർബലമായി തീരും. ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി പലപ്പോഴും കഠിന നിലപാടെന്ന രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്നവയാണ്. എന്നാൽ കഠിനതയും ഉത്തരവാദിത്വവും ഒരുപോലെ അല്ല. യുദ്ധം ആരംഭിക്കുന്നത് എളുപ്പമായിരിക്കാം, പക്ഷെ അവസാനിപ്പിക്കുന്നത് അത്ര എളുപ്പമല്ല. ദീർഘകാല സംഘർഷം അമേരിക്കയുടെ സൈനികവും നയതന്ത്രപരവുമായ വിഭവങ്ങളെ പോലും ക്ഷയിപ്പിക്കും. ചൈന, റഷ്യ പോലുള്ള ശക്തികൾക്ക് ഈ സാഹചര്യം പ്രയോജനപ്പെടുത്താൻ അവസരം ലഭിക്കും. അതോടെ ആഗോള ശക്തി സമവാക്യം തന്നെ മാറിമറിയും. യുദ്ധം ഒരു രാഷ്ട്രീയ ഉപകരണമല്ല, മനുഷ്യ ജീവിതങ്ങളെ ബാധിക്കുന്ന ദാരുണ യാഥാർത്ഥ്യമാണ്. ഇറാനെതിരായ വൻ സൈനിക നടപടി ആരംഭിക്കുന്നതിന് മുൻപ് അതിന്റെ വ്യാപക പ്രത്യാഘാതങ്ങൾ ആഴത്തിൽ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. ട്രംപ് ഉൾപ്പെടുന്ന നേതാക്കൾ ശക്തി പ്രകടനത്തിലൂടെ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നതിനു പകരം നയതന്ത്ര സംവാദങ്ങൾക്കും ബഹുപക്ഷ ചർച്ചകൾക്കും മുൻഗണന നൽകുകയാണെങ്കിൽ മാത്രമേ പ്രദേശത്ത് സ്ഥിരത കൈവരിക്കാൻ കഴിയും. അല്ലാത്ത പക്ഷം
ഒരു യുദ്ധം മറ്റൊരു വലിയ അനിശ്ചിതത്വ കാലത്തിന്റെ തുടക്കമായി മാറാൻ സാധ്യതയുണ്ട്.